നമസ്കാരം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ചെറുതായി വെടിവെച്ചു കൊന്നതിനാണോ ഹിന്ദു മഹാസഭയെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് ചികിത്സയ്ക്ക് അയക്കണം എന്ന് പ്രസ്താവിച്ച സന്ദീപ്, ചില ആളുകളെ പൂർണ്ണമായി ചുട്ടെരിച്ചു കൊല്ലണം എന്ന് ആക്രോശിച്ച സന്ദീപ് വാര്യർ. ഇനി കോൺഗ്രസ്സുകാരനാണ് സന്ദീപ്. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആളെ വിട്ട KPCC പ്രസിഡന്റിൽ നിന്ന് ഷോൾ വാങ്ങി ഗോൾവാൾക്കരെ താണുവണങ്ങി പൂവിട്ട് പൂജിച്ച സതീശൻ്റെ ആശീർവാദം വാങ്ങി സന്ദീപ് വാര്യർ താമര വെടിഞ്ഞ് കൈപിടിച്ചു. ഭാരത് ജോഡോ യാത്രയെ കണക്കറ്റ് പരിഹസിച്ച വാര്യർക്കെതിരെ ഒളിയമ്പെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. പഴയ പ്രേം നസീർ സിനിമയിലെ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന പോസ്റ്റിട്ട് ട്രോളി കെ മുരളീധരൻ. BJPയിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നതുകൊണ്ട് വ്യത്യാസമില്ല എന്ന് ഇടത് നേതാക്കൾ. വെറുപ്പിൻ്റെ കടയിൽ നിന്ന് ഇനി സ്നേഹത്തിൻ്റെ കടയിലേക്ക് എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോൾ, ഉറച്ച BJPക്കാരനാണെന്ന് അവസാനം വരെയും പറഞ്ഞ, ഇതുവരെ BJP പുറത്താക്കിയിട്ടില്ലാത്ത സന്ദീപ് വാര്യർ കോൺഗ്രസ്സിന് ബാധ്യതയാകുമോ? പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP ഡീലിൽ മനം നൊന്ത് കോൺഗ്രസ് വിട്ടവരൊക്കെ പറഞ്ഞത് ശരിയാവുകയാണോ? സന്ദീപിൻ്റെ കോൺഗ്രസ് പാളയത്തിലേക്കുള്ള വരവ് ന്യായീകരിക്കാൻ കോൺഗ്രസിനും സന്ദീപിനും കഴിയുമോ? മതേതര രാഷ്ട്രീയം കൃത്യമായി വിശദീകരിക്കുന്ന ഡോക്ടർ സരിന് മുന്നിൽ വർഗീയതയെ പുണരുന്ന രാഹുൽ എന്ന പരാതി ഉയരുമോ? പടലപ്പിണക്കങ്ങൾ ദുർബലമാക്കിയ BJP ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെ സന്ദീപിനെ കോൺഗ്രസിൽ അയച്ച് നേട്ടം കൊയ്യാമോ എന്ന് നോക്കുകയാണോ? ന്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ജന്മഭൂമി എഡിറ്റർ P. ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. എനിക്ക് തോന്നുന്നു അതിഥികളുടെ അഫിലിയേഷനിൽ ചെറിയ ഒരു പിശക് തുടക്കത്തിൽ ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അതിഥികളും പ്രേക്ഷകരും ശ്രദ്ധിച്ചെങ്കിൽ അത് ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഞാൻ അതിഥികളിലേക്ക് ഒന്ന് കടക്കുകയാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇന്നിപ്പോൾ താങ്കളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യർ ഒരുപക്ഷെ ഇന്നലെ വരെ ആ അഫിലിയേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പോകുന്നത്? കോൺഗ്രസ്സുകാരനായി എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്, മാറോട് ചേർക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആഗ്രഹമുണ്ട്. കോൺഗ്രസ്സിലെ എല്ലാവരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണോ? താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുക? സന്ദീപ് വാര്യർ ഇന്നലെ വരെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതെന്ത്, സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ അഡ്വക്കേറ്റ് അനിൽ ബോസ്, താങ്കൾ ഇന്നു മുതൽ അതൊക്കെ ന്യായീകരിക്കാൻ പോവുകയാണോ? അതിനുള്ള മറുപടി അതിനുള്ള മറുപടി ദേക്കേവാലം പറയുന്നുണ്ട്, കേട്ടാൽ മതി. ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. ആ ട്രാൻസിഷൻ സ്റ്റേജിൽ ലേശ അപകടം ഉണ്ടാവും. അത് അങ്ങ് മാറിയാൽ നമ്പർ 1 നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോമ്പറേറ്റ് ആവും. സന്ദീപ് വാര്യര് ഗോവിന്ദൻ പറയുന്നു, കേട്ടോളൂ. താങ്കൾ ഈ പറയുന്നത് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ അതാണോ നിങ്ങളുടെ ഉത്തരം? കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയെ അല്ല, ഞാൻ പറയുന്നതല്ല. എനിക്ക് AK ബാലൻ പറയുന്നതും MP ഗോവിന്ദൻ പറയുന്നതും ശ്രീ MP രാജേഷ് പറയുന്നതും ജനം കേൾക്കട്ടെ എന്ന് സന്ദീപ് വാര്യരെ കുറിച്ച് ഞാൻ എന്തിനാ മറുപടി പറയുന്നത്? അവർ 3 നേതാക്കൾ സന്ദീപ് വാര്യരുടെ മഹാത്മ്യം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്ക്. അല്ല, അത് കേട്ടതാണ്, പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവില്ല, നമുക്കത് കേൾപ്പിക്കാം. പക്ഷേ എനിക്കിപ്പോൾ അറിയേണ്ടത് അതല്ല. മഹാത്മാഗാന്ധി ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നു എന്ന കുറ്റത്തിനാണോ
ഹിന്ദു മഹാസഭയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്ന് ഘോരം കോൺഗ്രസിൻ്റെ വക്താവ് ചർച്ചയിലിരിക്കുമ്പോൾ വാദിച്ച ആളാണ് സന്ദീപ് വാര്യർ. സോണിയാഗാന്ധിയെ ഇറ്റാലിയൻ മദാമ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ആളാണ് സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ മിസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ട ആളാണ്, വയനാട് MP മിസ്സിംഗ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട ആളാണ് സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് ചികിത്സയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ട് നാളുകളായിട്ടില്ലാത്ത ആ അവസ്ഥയിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത്. തുടർന്ന് ഒരു ലിസ്റ്റ് തന്നെ ഞാൻ തരാം. പക്ഷേ അങ്ങനെയുള്ള സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് ഏത് തരത്തിൽ, താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ AK ബാലൻ പറഞ്ഞതും ഗോവിന്ദൻ മാഷ് പറഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടാകും. കോൺഗ്രസിന് ഇത് ഗുണം ചെയ്യുന്നത് എങ്ങനെ? അതാണ് ചോദ്യം. അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. കഴിഞ്ഞ 6 വർഷം മാത്രം കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരു മഹാൻ പിണറായി വിജയനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് പാലക്കാട് മത്സരിക്കുന്നത്. ലാലിന് തർക്കം വല്ലതും ഉണ്ടോ? ഉണ്ട്. പിണറായി വിജയനെക്കുറിച്ച്, റിയാസിനെക്കുറിച്ച്, പിണറായി വിജയന്റെ മകളെക്കുറിച്ച് അശ്ലീലം മാത്രം വാരി വിളമ്പിയിരുന്ന ഒരാളെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഒരു ഉളുപ്പും തോന്നിയില്ല? അല്ല, ഞാൻ ചോദിക്കുന്നത് അവകാശം അങ്ങനെ ഒരു അനാവശ്യവും കേൾക്കൂ. ലാലെ തടസ്സപ്പെടുത്താതെ ലാലെ ഇത് കൈരളി ചാനലാണെന്നും ലാലാണെന്നും അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി CPM-ന്റെ പാർട്ടി മെമ്പറാണോ? CPM എന്ന് പറയുന്ന പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും എത്രത്തോളം തേജോവധം ചെയ്തിട്ടുള്ള ആളാണ് പാലക്കാട് മത്സരിക്കുന്നത്? ആ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നിലവിൽ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നു. ഉത്തമ കേഡറാണ് സന്ദീപ് വാര്യർ, ഞങ്ങളുടെ പാർട്ടിയിലോട്ട് വരട്ടെ എന്ന് സർവാത്മന സ്വാഗതം ചെയ്ത AK ബാലൻ കാത്തു സൂക്ഷിച്ചൊരാ കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാലിളകിയിട്ട് കാര്യമൊന്നുമില്ല. അയാൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞെടുത്ത നിലപാടുകൾ തെറ്റായിപ്പോയി എന്ന് അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുമ്പോൾ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. അവിടെയാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അവിടെയാണ്. സരിൻ എന്ന് പറയുന്ന ഡോക്ടർ സരിൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങൾ 6 വർഷം കോൺഗ്രസ്സുകാരനായിരുന്ന ആ സരിൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളും BJP-യും തമ്മിലുള്ള ആ ബന്ധത്തെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് CPM-ലേക്ക് അല്ലെങ്കിൽ ഇടത് സ്വതന്ത്രനായി വരുന്നത്. ഇപ്പുറത്ത് സന്ദീപ് വാര്യർ പച്ച വർഗീയതയാണ് പറഞ്ഞത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ചു എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് അയക്കണമെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ വെറുപ്പിന്റെ രാഷ്ട്രീയ ഫാക്ടറിയിലായിരുന്നു അദ്ദേഹം ഇതുവരെ ഈ പറഞ്ഞ വെറുപ്പൊക്കെ വിദ്വേഷമൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരാളെ സരിനുമായി നിങ്ങൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി BJP-യുടെ പടിവാതിൽക്കൽ പോയി സീറ്റിന് കാല് പിടിച്ച് അപേക്ഷിച്ച് ആ പാർട്ടിയുടെ സീറ്റ് കിട്ടാഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് അഭയം തേടിയ ഒരു അവസരവാദിയെയും തനിക്കൊന്നും വേണ്ട, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെകുത്താൻ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടണം, ആ ചെകുത്താൻ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെ കട തുറന്നു വെച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് നല്ലത്, എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ട, അൺകണ്ടീഷണലായി ഒരു ഉപാധികളുമില്ലാതെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന ഒരാളെയും എങ്ങനെയാണ് തുലനം ചെയ്യുന്നത്? ഒരു സ്ഥാനം തേടി വരുന്നവരെയും ഒരു നിർണായക ഘട്ടത്തിൽ അയാൾക്ക് നിലനിൽപ്പിന് വേണ്ടി അയാൾ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രങ്ങൾ അയാളെ സംരക്ഷിച്ചില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, അയാൾ വിശ്വസിച്ച പ്രസ്ഥാനവും സഹപ്രവർത്തകരും അയാളെ സംരക്ഷിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, സ്നേഹമുള്ള ഒരു കട തുറന്നു വെച്ചിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്തളങ്ങളിലേക്ക് ഒരാൾ വരുന്നു, അഭയം തേടി വരുന്നു, ഞങ്ങൾ സംരക്ഷിക്കും. വർഗീയത എന്ന് പറയുന്നത് അതിനുവേണ്ടി ഇന്ത്യയിൽ വീഴുന്ന ഓരോ ആളുകളും ദേശീയവാദിയാണെന്നും അത് പഠിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്യണ്ടേ? നാളെ ലാലു വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുമല്ലോ. ഈ മനസ്സിലായി താങ്കൾ പറയുന്നത് മനസ്സിലായി. പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ അദ്ദേഹം ഇപ്പോഴും ഈ BJP പുറത്താക്കിയിട്ടില്ലാത്ത ഒരാളാണ്. ആ BJP-ക്കാർക്കൊരു ദേഷ്യവുമില്ലാത്ത അദ്ദേഹം അവിടെ വന്ന് കോൺഗ്രസിൽ വന്ന് വലിയ സീറ്റുകൾ നേടി ഇനി നാളെ തിരിച്ചു വരാനുള്ളതാണെന്നൊരു ബോധ്യം അവർക്കുണ്ട്. കോൺഗ്രസ് പോയ സന്ദീപ് വാര്യരെ ഇതുവരെ BJP പുറത്താക്കിയിട്ടില്ല. രണ്ടാമത്തത്,
ഇന്നലെ വരെ മാധ്യമങ്ങളോട് സന്ദീപ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും BJP-കാരനാണ്, BJP-യിൽ ആ പ്രത്യയശാസ്ത്രത്തോട് കള്ളത്തരം കാണിക്കുന്നു ബാക്കി സുരേന്ദ്രനും കൂട്ടുകാരും എന്നാണ് സന്ദീപ് വാര്യരുടെ ആരോപണം. അതായത് കടുത്ത RSS BJP-കാരനായ സന്ദീപ് വാര്യർക്കൊപ്പം എത്തുന്നില്ല സുരേന്ദ്രൻ എന്ന വാദം പറഞ്ഞ് കോൺഗ്രസിലേക്ക് വരികയാണ്. BJP-യേക്കാൾ കടുത്ത RSSന്റെ പ്രത്യയശാസ്ത്രമുള്ള പാർട്ടി കോൺഗ്രസ് ആണ് എന്നാണോ അതിൻ്റെ അർത്ഥം? എൻ്റെ ലാല് വൃഥാ വ്യായാമം ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു ജീവിയുണ്ട് കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോയിട്ട് കാര്യമില്ല. ലാലെ ഇത് കിട്ടിയ ചെകിട്ട തടിയാണ് നിങ്ങൾക്ക് കിട്ടിയത്, ചെകിട്ട തടി. ഉത്തമ സഖാവാക്കാൻ സന്ദീപ് വാര്യർക്ക് ചുവന്ന പരവതാനി വിരിച്ച് കാത്തിരുന്ന നിങ്ങൾക്ക് വല്ലാത്തൊരവസ്ഥയാണ്. മർക്കടസ്യ സുരോവരം മധ്യേ മൃച്ചിക ദംസനം എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്, മനസ്സിലായില്ലേ? കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയാലത്തെ അവസ്ഥ, അതാണിപ്പോൾ CPM-ൻ്റെ അവസ്ഥ. കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയാലത്തെ അവസ്ഥ. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ എന്ത് സമീപനം എടുക്കുന്നതെന്നോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലുമില്ല. കാലത്തിൻ്റെ ചോരെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാന്മാർ. നിങ്ങൾക്ക് അവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങൾക്കറിയാം അവിടെ 3-ാം സ്ഥാനത്താണ് നിങ്ങളെന്നറിയാം. നിങ്ങൾക്കൊരു ബലിക്കോഴി വേണമായിരുന്നു, മനസ്സിലായില്ലേ? അതിന് കിട്ടിയ ഒരാളാണ്. ചിഹ്നത്തിൽ മത്സരിച്ച് ഇനി 3-ാം സ്ഥാനത്ത് പോയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ വേറൊരാളുണ്ട്. താങ്കൾ വല്ല കവിതയൊക്കെ ചൊല്ലിയല്ലോ, താങ്കൾ വലിയ പകല് വാഴും പെരുമാളിൻ എന്താണ് സാമ്രാജ്യം, എന്താണ് രാജ്യഭാരം ഇനി എത്ര നാഴിക എന്ന് ചോദിച്ചത് 15 നാഴിക മാത്രം എന്ന് ചോദിച്ചത് ആരാണ്? ഭയം 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 എന്ന ഞാൻ എന്ന ഭാവങ്ങളെ ആരാ ചോദിച്ചത്? എൻ്റെ ലാലെ ഒരു കാര്യം ലാലിനറിയാമല്ലോ, നമ്മൾ തമ്മിൽ വെറുതെ പിണങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ആദ്യമായി പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി പോകുന്ന ആളല്ലല്ലോ സന്ദീപ് വാര്യർ, ആണോ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സെൽവരാജ് രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടി വന്നില്ലേ? ഡോക്ടർ KS മനോജ് രാജിവെച്ച് ഞങ്ങളുടെ പാർട്ടി വന്നില്ലേ? ശിവരാമൻ വന്നതിന് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടാവും, പഴയ ഒറ്റപ്പാലം MP. അങ്ങനെ എത്രയോ പേര് വന്നു. അബ്ദുള്ളക്കുട്ടി വന്നില്ലേ? ഞങ്ങൾ MLA ആക്കിയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അയാൾ പാർട്ടി വിട്ടു പോയില്ലേ? അതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ താൻ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചിട്ടും അതിന് മൂല്യമില്ലെന്ന് തോന്നുകയും നിൽക്കുന്ന പ്രസ്ഥാനത്തുനിന്ന് സംരക്ഷണമില്ല, അതൊരു ചെകുത്താൻ കോട്ടയാണ് എന്ന് തോന്നുകയും തിരിച്ചറിയുമ്പോൾ വെറുപ്പിൻ്റെ കൂടാരത്തിൽ നിന്നും പുറത്തു വന്ന് ഒരു നല്ല സന്തോഷത്തോടു കൂടി സ്വാതന്ത്ര്യമുള്ള സ്നേഹമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ DNA ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. കോൺഗ്രസിന്റെ DNA ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ കാണുന്ന നിമിഷത്തിൽ മാത്രമാണ്. സ്വാഗതം ചെയ്യും. താങ്കളുടെ സഹപ്രവർത്തകൻ എന്ത് ചെയ്യും? അല്ല, താങ്കളുടെ സഹപ്രവർത്തക എന്തിയെ? താങ്കളോടൊപ്പം ഈ ഡിബേറ്റുകൾ നിയന്ത്രിച്ചിരുന്ന സഹപ്രവർത്തക എന്തിയെ? അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോയി, അവർ വേറൊരു ജോലിക്ക് പോയി. അത് ശരി. അപ്പോ നിങ്ങൾക്ക് സൗകര്യമുള്ള വേറൊരു ശമ്പളം കിട്ടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകും. സന്ദീപ് വാര്യർ ഇപ്പൊ ശമ്പളം തേടി വന്നതാണ്. ഇതിനേക്കാൾ നല്ല ശമ്പളം കിട്ടിയാൽ സന്ദീപ് വാര്യർ വേറെ പോകും. ഇതാണ് ശമ്പളം മാത്രമല്ല. അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. സന്ദീപ് വാര്യരെ നിങ്ങൾ നോക്കിയല്ലോ, MP രാജേഷ്, അതുപോലെ തന്നെ AK ബാലൻ, MP ഗോവിന്ദൻ എല്ലാം നോക്കിയല്ലോ. അതൊരു വാദത്തിന് വേണ്ടി താങ്കളോട് സമ്മതിച്ചാൽ MP രാജേഷും AK ബാലനും ഒക്കെ അവർ പറഞ്ഞിടത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം അംഗീകരിച്ചു വരുന്ന ഒരാളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറാകാത്ത സന്ദീപ് വാര്യരെ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞ് കയറ്റിയില്ല. നിങ്ങളത് അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ തള്ളി. അപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ലാലെ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിൽ കോൺഗ്രസ്. 10 വർഷമായി ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ 8 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനൊരു പാർട്ടിയിലേക്ക് സ്ഥാനവും മാനവും നോക്കി ഒരാൾക്ക് വരാൻ കഴിയില്ല. വരാൻ കഴിയുമോ? ലാഭം നോക്കി വരാൻ കഴിയുമോ? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ തോറ്റു നിൽക്കുന്നവരാണ്. ആ തോറ്റു നിൽക്കുന്ന കൂടാരത്തിലേക്ക് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ ഒരാൾ വരുമ്പോൾ അധികാരം നോക്കിയല്ല വരുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ അധികാരമില്ല, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല, ഒന്നുമില്ലാത്ത ഞങ്ങളുടെ കൂടെ
ഞങ്ങളെ വിശ്വസിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തിൻ്റെ അടിവേരുകളിൽ ഇഴുകിച്ചേർന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനകത്ത് നിങ്ങളുടെ അടുത്തേക്ക് ആര് വരുന്നു സാർ? നിങ്ങളുടെ അടുത്തേക്ക് ഇന്നലെ വരെ ആളുകൾ നിങ്ങളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഒരു സന്ദീപ് വാര്യർ വർഗീയത ഇങ്ങനെ ആഘോഷിച്ചു നടന്ന ഒരു സന്ദീപ് വാര്യറാണ് ഇന്ന് രാവിലെ വന്നത്. അതിനാണോ നിങ്ങൾ ഇത്രമാത്രം ആഘോഷിക്കുന്നത്? ഞാൻ വരാം, അടുത്ത അനിൽ ബോസ്, ഞാൻ വരാം.